ഒറൈസ സറ്റൈവ അഥവാ നെല്ല്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ധാന്യമാണ് പൊയേസിയെ സസ്യകുടുംബാംഗമായ ഒറൈസ സറ്റൈവ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നെല്ല്. വേട്ടയാടി ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ നിയോലിത്തിക് കാലഘട്ടത്തിൽ കൃഷിയിലേക്ക് മാറിയതോടെയാണ് നെല്ലുൽപാദനം ആരംഭിക്കുന്നത്. സുസ്ഥിരമായ ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ ഈ മാറ്റം സഹായിച്ചു. ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന നെല്ല് ഒറൈസ സറ്റൈവ ഇൻഡിക്ക എന്ന ഇനമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കാലാവസ്ഥയിലാണ് നെൽവയലുകൾ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കുന്നത്. എളുപ്പത്തിൽ കൃഷി ചെയ്യാമെന്നതും ഉയർന്ന കാലറി ലഭ്യതയുമാണ് അരിയെ മുഖ്യ ആഹാരമായി മാറ്റിയത്. ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗത്തിന്റെ പ്രധാന ആഹാരമാണ് അരി. പ്രത്യേകിച്ച് തെക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് ജീവിതചര്യയുടെ ഭാഗം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ഉറവിടമായ അരി മുഖ്യ ആഹാരമായിട്ടുള്ള കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നെൽകൃഷി കാർഷിക മേഖലയിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. കേരളത്തിലും നൂറ്റാണ്ടുകളായി നെൽകൃഷി ഇടം പിടിച്ചിരുന്നുവെങ്കിലും ഇടക്കാലത്ത് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. കൃഷി അന്യാധീനപ്പെടുകയും നെൽവയലുകൾ രൂപാന്തരം പ്രാപിച്ച് കോൺക്രീറ്റ് വയലുകളാവുകയും ചെയ്തു. കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അനിയന്ത്രിതമായി നികത്തുന്നതും കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും തടയുകയും ഭക്ഷ്യസുരക്ഷയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നിലനിർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് 2008 ഓഗസ്റ്റ് 12 പ്രാബല്യത്തിൽ വന്ന കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഹെക്ടറിന് ഒരു നിശ്ചിത തുക ധനസഹായം, പലിശരഹിത വായ്പ, സൗജന്യ വിത്തു വിതരണം എന്നിങ്ങനെ കൃഷിവകുപ്പിൽ നിന്ന് കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നുണ്ട്. അതുവഴി തരിശാക്കപ്പെട്ട നെൽവയലുകൾ സംരക്ഷിക്കുന്നതിനായി ഒരു പരിധിവരെയെങ്കിലും സാധിച്ചിട്ടുമുണ്ട്. നഷ്ടപ്പെട്ട നെൽവയൽ സംസ്കാരം തിരികെ കൊണ്ടുവരാനും കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് കൈവരിക്കാനുമായി കാര്യക്ഷമതയുള്ള കർഷകരുടെ പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കടലാസിൽ മാത്രം ഒതുങ്ങാതെ സാധൂകരിക്കപ്പെടുകയുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ അടുമ്പ്രക്കുന്നുമേൽ AK ഷൺമുഖദാസിനെ പോലെയുള്ള കർഷകരുടെ അർപ്പണ മനോഭാവത്തിലൂടെയാണ് ഈ നിയമം പ്രാവർത്തികമാകുന്നത്. തരിശായി കിടന്നിരുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷി പുനരുജ്ജീവിപ്പിച്ച് നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം വീണ്ടെടുക്കുകയാണ് ഷൺമുഖദാസ് ചെയ്തത്. കൂടാതെ അന്യം നിന്ന് പോയേക്കാവുന്ന നാടൻ നെൽവിത്തുകൾ വീണ്ടെടുക്കാനും
കേരളത്തിലെ തരിശാക്കപ്പെട്ട കൃഷിയിടങ്ങളിലേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കാനുമാണ് ഈ കർഷകൻ പരിശ്രമിക്കുന്നത്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പ്രൊഫഷൻ എയർ കണ്ടീഷനായിരുന്നു, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. നാട്ടിലെ ജോലിക്ക് ശേഷം ഗൾഫിൽ നീണ്ട കാല പ്രവാസകാല ജീവിതം. അതിനുശേഷമാണ് എനിക്ക് കൊറോണ സമയത്ത് ഒരു ബാക്ക് പെയിൻ വന്നിട്ട് നാട്ടിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിട്ട് ഏതാണ്ട് 2 വർഷത്തോളം ഞാൻ ഒരു കിടപ്പ് രോഗി പോലെ അവസ്ഥയിലൊന്നു. ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഷുഗറും അതും ഇതൊക്കെ വന്ന ശേഷം ഒരു മാസ്റ്റർ ചെക്കപ്പിന് ശേഷം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത്. അതിനുശേഷം നിരന്തരമായ യോഗ പ്രാക്ടീസ്, അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അസുഖങ്ങൾ പതിയെ മാറി. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു, നീണ്ടകാല പ്രവാസ ജീവിതം ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് വയൽ കൃഷിയിലേക്ക് ഇറങ്ങിക്കൂടാ. അങ്ങനെയാണ് ഈ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് നെൽകൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അതിൽ പാരമ്പര്യമായിട്ടാണെങ്കിൽ അച്ഛൻ, വല്യമ്മ എല്ലാവരും നെൽകൃഷിയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എത്തിപ്പെട്ടത്. ഈ നെൽകൃഷി ചെയ്യുന്നത് തികച്ചും ഓർഗാനിക് രീതിയിലാണ്. ജൈവകൃഷി വീട്ടിൽ നാടൻ പശുവിനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ജീവാമൃതം, സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ് നമ്മൾ അവലംബിക്കുന്നത്. ജൈവ വൈവിധ്യവും മണ്ണിന്റെ ജൈവികതയും നിലനിർത്തുന്നതിലും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധാലുവായ ഷൺമുഖദാസ് വയനാടിന്റെ സ്വന്തം വിത്തായ മുള്ളൻ കൈമ, കുട്ടിക്കൈമ, കലാബാദ്, ജഗന്നാഥൻ, പാൽ കൈമ തുടങ്ങി 40ഓളം തനത് നെൽവിത്തുകൾ കുലമറ്റു പോകാതെ സംരക്ഷിക്കുന്നതിൽ വ്യാപൃതനാണ്. ഇതിൽ ഭൗമസൂചികാ പദവി ലഭിച്ച സുഗന്ധ നെല്ലിനങ്ങളും ഉൾപ്പെടുന്നു. ഷൺമുഖദാസിന്റെ വിത്തുശേഖരത്തിൽ വയനാടിന്റെ സ്വന്തം നെല്ലിനങ്ങളും ദക്ഷിണേന്ത്യയിലെയും ഇന്ത്യയുടെ ധാന്യപ്പുരയായ പഞ്ചാബിലെയും വംശനാശത്തോളം എത്തി നിൽക്കുന്ന പല തനത് നെല്ലിനങ്ങളും ഉൾപ്പെടുന്നു. സൂര്യകാന്തി വിത്തുകളോട് രൂപസാദൃശ്യമുള്ള പഞ്ചാബിന്റെ വളരെ അപൂർവമായ തനത് നെല്ലിനമാണ് രാംലി. ഉയർന്ന തോതിൽ പോഷകമൂല്യമുള്ളതും പ്രോട്ടീൻ അംശം കൂടുതലുള്ളതുമായ ഈ ഇനത്തിന് മികച്ച ഔഷധ ഭക്ഷണ ഗുണങ്ങളുണ്ട്. വംശനാശ ഭീഷണിയിലായിരുന്ന ഇതിനെ കർഷകർ വീണ്ടെടുത്ത് ധാരാളമായി സംരക്ഷിക്കുന്നുണ്ട്. കുഞ്ഞിക്കുളം, പറശ്ശേരി പാടശേഖരങ്ങളിൽ പരമ്പരാഗത നെല്ലിനങ്ങൾ ശൂന്യതാ കൃഷിയിലൂടെ സംരക്ഷിച്ചു വരുന്നു. കൃഷിഭവനുമായി സഹകരിച്ച് കർഷകർക്ക് ആവശ്യമായ നെൽവിത്തുകളും ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളും കാർഷികോപദേശങ്ങളും നൽകാനും അയൽ കൃഷിയിടങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനും ഇദ്ദേഹം സഹായിക്കുന്നുമുണ്ട്. നെൽകൃഷി തന്നെ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കോഴിക്കോട് ജില്ലയിലും നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ നെൽകൃഷി പല കാരണം കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഉമ എന്നുള്ള നെല്ല്, ഉമ, ജ്യോതി തുടങ്ങിയ നെല്ലിനങ്ങളായിരുന്നു കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ നമ്മുടെ കുറച്ച് കർഷകർ ഇപ്പം നമുക്ക് നല്ല പാരമ്പര്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്തു വരുന്ന ഇനങ്ങൾ, ആ ഇനങ്ങൾ പുതിയതായി നമ്മുടെ കൃഷിയിടങ്ങളിൽ എത്തിക്കുകയും അതിൻ്റെ കൃഷി ആരംഭിക്കും. അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ അവർ പാരമ്പര്യ കർഷകരുടെ അടുത്തു നിന്നും അവർ വിത്ത് ശേഖരിച്ച് അത് പ്ലോട്ടുകളായി തിരിച്ച് അവിടുന്ന് വീണ്ടും വിത്ത് ഉൽപ്പാദിച്ച് ആ രീതിയിലാണ് അത് ചെയ്തു വരുന്നത്. ഇതിൽ പല ഇനങ്ങളും വയനാട്ടിലൊക്കെ ഭൗമസൂചിക പദവി കിട്ടിയതാണ്. നമുക്കറിയാം ഗന്ധകശാല, ജീരകശാല തുടങ്ങിയ ഇനങ്ങൾ, അതുപോലെ ബ്ലാക്ക് ജാസ്മിൻ, അങ്ങനെ ആ പലതരത്തിലുള്ള നെൽകൃഷി, ഇവയ്ക്കൊക്കെ ഔഷധമൂല്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ അവയുടെ പലതും തവിട് കളയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂലകങ്ങളും ഒക്കെ അതിൽ നിന്ന് കൂടുതൽ വിറ്റാമിനുകളും ജീവകങ്ങളും ഒക്കെ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും ഈ അരി ഉപയോഗിക്കുന്നത് മൂലം നമുക്കുണ്ടാവുന്നുണ്ട്. രക്തശാലി അരി ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. വളരെയധികം നമുക്ക് രോഗികൾക്കായാലും അല്ലെ ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ കൊടുക്കുന്ന ഒരു ഇനം അരിയാണ്. അതുകൊണ്ട് പായസം വെക്കാം, അതുപോലെ തന്നെ പുട്ടുപൊടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം നവര ആയുർവേദത്തിൽ നല്ലോണം ഉപയോഗിക്കുന്ന ഒരു ഇനമാണ്. അതൊക്കെ ഇവിടെ
കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കർഷകർക്ക് ഒരു മാതൃകയായ രീതിയിലാണ് ഇവിടെ കൃഷി നടക്കുന്നത്. മലയോര മേഖലയിലെ കാലാവസ്ഥ തനത് നെല്ലിനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. കേരളത്തിന്റെ നെൽവിത്തുകളിൽ ഔഷധ ഗുണമുള്ളതും രാസവള പ്രയോഗമില്ലാതെ സ്വാഭാവികമായി വളരുന്നതുമായ നാടൻ അഥവാ ലാൻഡ്രൈസ് ഇനങ്ങളായ ഗന്ധകശാല, കരിഞ്ഞവര, തമിഴ്നാടിന്റെ 60-ാം കുറുവ, വയലറ്റ് വർണ്ണത്തിൽ ആകർഷകമായ ഓലകളുള്ള ഡാബർശാലി, കലാമല്ലി തുടങ്ങിയ ഇനങ്ങൾ ഷൺമുഖദാസ് കൃഷി ചെയ്തിട്ടുണ്ട്. വയനാടിന്റെ പരമ്പരാഗത സുഗന്ധ നെല്ലിനവും കർഷകർ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു പോരുന്നതുമായ ഒരു നാടൻ നെൽവിത്താണ് കേരളത്തിലെ തനത് സുഗന്ധ നെല്ലിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗന്ധകശാല. വയനാടൻ കാലാവസ്ഥയുമായി ഇഴചേർന്ന് കിടക്കുന്ന ഈ ഇനത്തിന് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. രാസഘടനകളുടെ പ്രത്യേകതയാണ് നെല്ലിന് സുഗന്ധം നൽകുന്നത്. ചെറുധാന്യങ്ങൾ വളർന്നു നിൽക്കുന്നത് പോലെ കതിരിട്ട് നിൽക്കുന്ന ഗന്ധകശാലയ്ക്ക് കുഞ്ഞു നെന്മണികളാണ്. ചെടിക്ക് ഉയര കൂടുതലുണ്ട്. വയനാട് പോലെയുള്ള സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലെ തണുത്ത കാലാവസ്ഥയും പ്രത്യേക മണ്ണുമാണ് നെല്ലിന്റെ ഗുണമേന്മ നിലനിർത്തുന്നത്. രാസവളങ്ങളുടെ അമിത പ്രയോഗം ഈ നെല്ലിന്റെ സുഗന്ധത്തെയും ഗുണത്തെയും ബാധിക്കുമെന്നതിനാൽ ജൈവ കൃഷിരീതിയാണ് അഭികാമ്യം. ഞവരനെല്ലും അരിയുമെല്ലാം ഔഷധഗുണമുള്ളതായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഞവരനെല്ലിനെ പ്രധാനമായും അവയുടെ പുറന്തോടിന്റെയും അരിയുടെയും നിറത്തെ അടിസ്ഥാനമാക്കി സുവർണ ഞവര എന്നും കരിഞ്ഞവര എന്നും രണ്ടായി തരംതിരിക്കാം. അപൂർവമായ കറുത്ത ഞവരയാണ് ഷൺമുഖദാസ് കൃഷി ചെയ്യുന്നത്. കരിഞ്ഞവരയിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന ഫ്ലവനോയിഡ് ഒരു മികച്ച ആന്റി ഓക്സിഡന്റാണ്. നെല്ലിന്റെ പുറന്തോട് അഥവാ ഹസ്ക് എന്ന ഉമിക്കും അരിക്കും കടും കറുപ്പ് അല്ലെങ്കിൽ വയലറ്റ് നിറം നൽകുന്നത്. ആന്തോസയാനിൻ ശരീരത്തിലെ കോശങ്ങളുടെ നാശത്തെ തടയുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തൊണ്ണൂറ് ദിവസം മൂപ്പുള്ളതും നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിൽ തനതായ ഔഷധഗുണം പ്രകടിപ്പിക്കുന്നതുമായ വിത്തിനമാണ് കരിഞ്ഞവര. ഈ നെൽച്ചെടിക്ക് ഉയര കൂടുതലുള്ളതിനാൽ ശക്തമായ കാറ്റുവീഴ്ചയിൽ മറിഞ്ഞു വീഴുമെന്നതാണ് പ്രധാന പ്രശ്നം. സുഗന്ധ നെൽവിത്തിനങ്ങളിൽ പ്രധാനിയായ കലാമല്ലി എക്കൽ മണ്ണിൽ നന്നായി വളരുന്നതും 120 ദിവസം മൂപ്പുള്ളതുമാണ്. ഡാബർശാലി പശ്ചിമ ബംഗാൾ മേഖലയിലുള്ള പരമ്പരാഗത സുഗന്ധ ഔഷധ നെല്ലിനമാണ്. ഉത്തമമായ നെല്ലിനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംസ്കൃത പദമാണ് ശാലി. ഡാബർശാലിയുടെ ഓലകൾക്ക് കടും വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ നിറമാണ്. $110 മുതൽ 120 ദിവസം വരെയാണ് വിളവെടുപ്പ് കാലാവധി. വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡാബർശാലിക്ക് മിതമായി മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണിലും കളിമണ്ണ് കലർന്ന മണ്ണിലും
മികച്ച വിളവ് നൽകുന്നു. പ്രകൃതിദത്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. 60 ദിവസം കൊണ്ട് വിളവെടുപ്പിന് തയ്യാറാകുന്ന 60-ാം കുറുവ പശിമയുള്ള കളിമണ്ണിലും വെള്ളക്കെട്ടുള്ള പാടങ്ങളിലും മികച്ച രീതിയിൽ വളരുന്ന ഒരു വിത്തിനമാണ്. മൂപ്പെത്താതെ കൊഴിഞ്ഞു വീഴുമെന്നതാണ് ഈ നെല്ലിന്റെ പ്രത്യേകത. ഔഷധ ഗുണമുള്ള ഈ നെല്ല് ജൈവ രീതിയിൽ ഷൺമുഖദാസ് കൃഷി ചെയ്യുന്നുണ്ട്. പരമ്പരാഗത വിത്തിനങ്ങളെല്ലാം തന്നെ ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് അവയുടെ ഗുണമേന്മ നിലനിർത്താൻ സഹായകരമാണ്. ഇവിടെ മെയിനായിട്ട് നെൽകൃഷിയിൽ നമ്മൾ നിലം ഒരുക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതിനകത്ത് ഫസ്റ്റ് ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് പൂട്ടുന്നത്. ട്രാക്ടർ ഉപയോഗിച്ച് ഫസ്റ്റ് ചാല് പൂട്ടി വെള്ളം കെട്ടി ഒരു ചാല് പൂട്ടി അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് 2-ാം ചാല് പൂട്ടി 3-ാം ചാല് ഞവരി വെക്കും. ഞവരി വെച്ച് വാട്ടർ ലെവലിംഗ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നെൽവിത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിചാരിച്ച ഈൽഡ് കിട്ടൂ. കാരണം വരമ്പ് കൃത്യമായിട്ട് വെക്കണം. വരമ്പ് വെച്ച് നിലമൊരുക്കി അതിന് ശേഷം ജൈവവളങ്ങൾ ചേർത്ത് നെൽകൃഷി ചെയ്താലാണ് നല്ല ലാഭകരമായിട്ട് നെൽകൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പല കർഷകരും ചെയ്തു വരുന്നത് അങ്ങനത്തെ ഒരു നല്ല ലേബേഴ്സിൻ്റെ അഭാവവും പാടത്തിൻ്റെ പ്രശ്നവും കാരണം അതിന് സാധിക്കുന്നില്ല. ആ വാട്ടർ മാനേജ്മെൻറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് നെല്ല് ഈൽഡിലേക്ക് വരാത്തത്. കൃഷി ചെയ്യുന്ന മണ്ണിലെ ഗുണങ്ങൾക്കനുസരിച്ച് നെല്ലിന്റെ നിറത്തിലും ഗുണത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയും കാലാവസ്ഥയും നെൽവിത്തിനങ്ങളുടെ ഗുണമേന്മയെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്വയം തയ്യാറാക്കിയ ജീവാമൃതവും ജൈവവളവും കീടനിയന്ത്രണ മാർഗങ്ങളുമാണ് ഷൺമുഖദാസ് കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നത്. മണ്ണിൽ ഇരുമ്പിന്റെ അംശം അമിതമാകുന്നത് അഥവാ അയൺ ടോക്സിസിറ്റി നെൽച്ചെടികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇലകളിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികൾ കാണപ്പെടുകയും വേരുകളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും. ചാഴിയെ പ്രതിരോധിക്കാൻ നാടൻ മാർഗങ്ങളാണ് ഈ കർഷകൻ സ്വീകരിക്കുന്നത്. കണ്ടത്തിൽ കൊയ്തെടുത്ത നെല്ല് സമീപത്തുള്ള കളപ്പുരയിലാണ് മെതിക്കുന്നത്. പൊൻകതിരുകൾ തലയുയർത്തി നിൽക്കുന്ന നെൽവയലുകൾ കണ്ണിന് കുളിർമ നൽകുന്ന അതിമനോഹരമായ കാഴ്ചയാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് മലയോര മേഖലയിലെ കർഷകർ നെൽകൃഷി ചെയ്യുന്നത്. ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത് കാലാവസ്ഥ മോശമായിരുന്നു. അതുകൊണ്ട് എൻ്റെ നെല്ല് മുഴുവൻ നശിച്ചു. ഞാൻ ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കട്ടിപ്പാറയുള്ള ഷൺമുഖനെ കാണുന്നത്. അങ്ങനെ ഒരാളുണ്ടെന്ന് എന്നോട് കുഞ്ഞോളത്ത് ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി പുള്ളീനെ കണ്ടു. പുള്ളി വന്ന് നോക്കി. എൻ്റെ കൃഷികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ, നമുക്ക് അടുത്തതിന് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ നിർബന്ധത്തിന് കുറേ മരുന്ന് ഇപ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്തു. നടാൻ വേണ്ടി കൃഷി ഭവനിൽ മിഷ്യൻ തന്നു. മിഷ്യനിലാണ് നട്ടത്. പുള്ളീൻ്റെ വളം രാസവളം ഫുള്ളും ഒഴിവാക്കി. ഞാൻ പുള്ളീൻ്റെ ജൈവവളം തന്നു, അതടിച്ചു. നെല്ല് കുഴപ്പമില്ല, നല്ല രീതിയിലാണെന്ന് തോന്നുന്നു. ശക്തമായ മലങ്കാറ്റ് വീശിയാൽ ഉയരക്കൂടുതലുള്ള നെൽച്ചെടി പാടെ മറിഞ്ഞു വീഴും. നെല്ലിനെ പ്രതികൂലമായി ബാധിക്കുന്നത് കാറ്റുവീഴ്ച തന്നെയാണ്. ഇതിനു പുറമെ കാട്ടുപന്നി, മയിൽ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നെൽകൃഷിക്ക്
മലയോര മേഖലയിലെ തരിശുഭൂമിക്ക് പുതുജീവൻ നൽകിയ ഈ കർഷകൻ വരും തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. പ്രകൃതിയെ അറിഞ്ഞ് അതിനെ സ്നേഹിച്ച് കൃഷി ചെയ്താൽ മണ്ണ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. കോഴിക്കോടിന്റെ ഈ മലയോര മണ്ണിൽ ഷൺമുഖദാസ് രചിച്ചത് കേവലം ഒരു കാർഷിക കാവ്യമല്ല, മറിച്ച് അതിജീവനത്തിന്റെ പാഠപുസ്തകമാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.